ഹലോ വെൽക്കം ബാക്ക്. ഈ കാണുന്നതാണ് ദുബായിലെ ഫേമസ് ആയിട്ടുള്ള മുഷ്രിഫ് പാർക്ക്. ഇത് ദുബായിലെ അൽ കവനേജിലാണ് കേട്ടോ. ഇത് ദുബായിലെ ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ, കാരണം ഇത് അത്രയ്ക്ക് ലാർജ് ആണ്. വിന്റർ ടൈമിൽ ക്യാമ്പിങ്ങിന് എവിടെ പോകും നമ്മൾ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ദുബായിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരുടെ മൈൻഡിൽ വരുന്നത് ഈ മുഷ്രിഫ് പാർക്ക് ആയിരിക്കും കേട്ടോ. പിന്നെ ഇത് വെറും ഒരു ക്യാമ്പിംഗ് സ്പോട്ട് മാത്രമല്ല കേട്ടോ, ഇത് ഹൈക്കിംഗ് ട്രെയിനും സൈക്ലിംഗ് ട്രാക്കും ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ എൻട്രി ഫീ ഭയങ്കര ചീപ്പാണ്. പെർ ഹെഡിന് ഓൺലി 3 ദിർഹംസ് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്. സ്വിമ്മിംഗ് പൂളിനൊക്കെ പെർ ഹെഡ് 10 ദിർഹംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഏതൊരു ഭാഗത്ത് നോക്കിയാലും നമുക്ക് ചിൽഡ്രൻസ് പാർക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് കിഡ്സുമായിട്ട് പോകുന്നവർക്ക് അതിൻ്റെ ഒരു ടെൻഷൻ വരില്ല. കാരണം നമ്മൾ എവിടെ ഒന്ന് സീറ്റിംഗ് അറേഞ്ച് ചെയ്താലും ആ ഭാഗത്തൊക്കെ ഈ പാർക്ക് വരുന്നുണ്ട്, ചിൽഡ്രൻസ് പാർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ചിൽഡ്രൻസ് പാർക്കും അത്ര റഷും അല്ല. ഇതൊരു വലിയ പാർക്കായതുകൊണ്ട് നമ്മൾ എത്ര നടന്നാലും ഇത് കണ്ടു കഴിയില്ല കേട്ടോ. ഒരുപാടുണ്ടത്. നമ്മൾ കാറിൽ പോയിട്ട് പോലെ ഫുള്ള് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ ബാസ്കറ്റ്ബോൾ ആൻഡ് വോളിബോൾ കോർട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല സ്കേറ്റിംഗ് ബോർഡ് ഏരിയ വരുന്നുണ്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇതാ ഈ മുഷ്രിഫ് പാർക്കിനകത്തുണ്ട് കേട്ടോ. ഇതുപോലെ ഇതാ ഓരോ കൺട്രീനെ റെപ്രസെന്റ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു വീടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഹൗസും ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. ജപ്പാനും എമറാത്തൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് കാണാൻ. ഇതൊക്കെ അവരുടെ ഓൾഡ് സ്റ്റൈൽ ഹൗസസ് ആണ് കേട്ടോ. സ്നാക്സ് ഒക്കെ കിട്ടുന്ന കുട്ടി കുട്ടി ഷോപ്സ് ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല ഫുഡ് ഡെലിവറി ഇങ്ങോട്ടേക്ക് അവൈലബിൾ ആണ് കേട്ടോ. കിഡ്സിനൊക്കെ എന്റർടൈൻ ചെയ്യാൻ പറ്റിയ കുറച്ച് ബേർഡ്സും ആനിമൽസും ഒക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഇവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് സമയം പോകും. ഈ വരുന്നവരുണ്ടല്ലോ, ഇവൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. കീക്കി അവന്റെ പുറകെ തന്നെയായിരുന്നു കേട്ടോ കുറേ നേരം. പിന്നെ ഇത് മാത്രമല്ല ഇവിടെ കുറെ ഡോങ്കീസും വരുന്നുണ്ട്. ടച്ച് ചെയ്തൊക്കെ കീക്കി, ടച്ച് ചെയ്തൊക്കെ ഫല്ല.
ഇതാണ്ടോ ഞാൻ ആദ്യം പറഞ്ഞ റൈഡ്സ്, ഇതൊക്കെ പെയ്ഡാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് പേ ചെയ്യാതെ കളിക്കാൻ പറ്റിയ കുറേ സ്വിങ്ങും സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊരു 9-10 ആയപ്പോഴാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇത്ര തിരക്കില്ലായിരുന്നു, പോകുന്നതിന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു മഴയും കിട്ടിട്ടോ. വലിയ മഴയില്ല, എന്നാലും ചെറിയൊരു മഴ. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. പിന്നെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ, സീ യു.